Good morning, students. നമുക്ക് ഈ മോഡ്യൂളിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Find the real and the imaginary part of the following function f of z equal to 3z square minus z. അപ്പോൾ ഈ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്താണ്, ഇതിന്റെ ഇമേജിനറി പാർട്ട് എന്താണെന്ന് നമുക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോണത് z എന്ന് പറഞ്ഞാൽ എന്താണ്? z is equal to x plus iy ആണ്. z is equal to x plus iy ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 3z സ്ക്വയർ മൈനസ് ഇസഡില് 3 ഇൻറ്റു ഇസഡിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഇസഡിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ ഇസഡിന് വരെ എന്ത് കൊടുത്തു? എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. ഇസഡിന് വരെ എന്ത് കൊടുത്തു? എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം കേട്ടോ. 3 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? ഐ സ്ക്വയറിന്റെ നമുക്ക് മൈനസ് വരും. മൈനസ് വൈ സ്ക്വയർ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy മൈനസ് എക്സ് പ്ലസ് ഐ വൈ. ഇനി ബ്രാക്കറ്റ് റിലീസ് ചെയ്യാം. അപ്പൊ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 6xy മൈനസ് എക്സ് മൈനസ് ഐ വൈ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ റിയൽ പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതാം. 3x സ്ക്വയർ പിന്നെ ഏതാണ്? മൈനസ് 3y സ്ക്വയർ പിന്നെ ഏതാണ്? മൈനസ് എക്സ്. ഐ നമ്മൾ പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്ത്? 6xy മൈനസ്. അപ്പോ 3z സ്ക്വയർ മൈനസ് z, അതായത് fz is equal to 3z സ്ക്വയർ മൈനസ് z ന്റെ റിയൽ പാർട്ട് എന്താ കിട്ടിയത്? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ മൈനസ് എക്സ്. അതിന്റെ ഇമേജിനറി പാർട്ട് എന്താ കിട്ടിയത്? 6xy മൈനസ് y. അപ്പോ റിയൽ പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ, റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് z, റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു എന്താണ്? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ മൈനസ് എക്സ്. അതുപോലെ ഇമേജിനറി പാർട്ട് എന്താണ്? ഇമേജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് z എന്താണ് കിട്ടുന്നത്? 6xy മൈനസ്. റിയൽ പാർട്ടും കിട്ടി, ഇമേജിനറി പാർട്ടും കിട്ടി. അപ്പൊ റിയൽ പാർട്ട് ഇമേജിനറി പാർട്ടും കിട്ടാണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ 3z സ്ക്വയർ മൈനസ് z ആണ്. 3z സ്ക്വയർ മൈനസ് z ഇസഡിന് പകരം ഞാൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. അപ്പൊ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. ഇത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy മൈനസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. then ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 6xy മൈനസ് എക്സ് മൈനസ് ഐ വൈ. ഇതിൽ റിയൽ പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതി, ഇമേജിനറി പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതി. അപ്പൊ റിയൽ പാർട്ട് എന്തൊക്കെയാണ്? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ മൈനസ് എക്സ്. ഇമേജിനറി പാർട്ട് എന്തൊക്കെയാണ്? 6xy മൈനസ് വൈ. അപ്പൊ ഇതിന്റെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ മൈനസ് എക്സ്. ഇമേജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 6xy മൈനസ് വൈ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഇതാണ് നമ്മൾ ഈ മൂന്നാമത്തെ മോഡ്യൂളിൽ ആദ്യം പഠിച്ചെടുക്കേണ്ട പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ.